ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരുതം നമാമി. നിങ്ങളെല്ലാവരെയും വന്ദിച്ചുകൊണ്ട് ഇന്ന് ഭഗവാൻ നിത്യാനന്ദ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള പ്രഭാഷണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഭഗവാൻ നിത്യാനന്ദ മഹാസിദ്ധയോഗിയാണ് അദ്ദേഹം. ഭഗവാൻ നിത്യാനന്ദ ഭാരതീയ ഗുരു, ഹിന്ദു സന്യാസി, അതേമാതിരി സിദ്ധയോഗത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മഹാജ്ഞാനി, അത് ഇവിടെ പ്രചരിപ്പിച്ച മഹായോഗി. ഇതൊക്കെയാണ് ഭഗവാൻ നിത്യാനന്ദ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. 1897 നവംബർ 1-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്, മലയാളിയാണ്. 1897 നവംബർ 1-ാം തീയതി. ജനനം പറയപ്പെടുന്നത് കോഴിക്കോട്ടുള്ള തുനീരി ആശ്രമം. അവിടെ ആ കാലഘട്ടത്തിൽ ചാത്തു നായരും ഉണിയമ്മ നായരും ഈ ദമ്പതികൾ ജീവിച്ചിരുന്നു. അവർക്കാണ്, അവരുടെ കുട്ടികളല്ല, അവർക്ക് ഈ കുട്ടിയെ കണ്ടു കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയെ ദത്തെടുത്ത് ഇവർ വളർത്തി. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയൊന്നുമല്ല, വളർത്തച്ഛനും വളർത്തമ്മയുമാണ് നായരും ഉണിയമ്മ നായരും. ഇവർ ഈ കുട്ടിയെ കണ്ടെടുത്തു, എന്നിട്ടാണ് വളർത്തിയത്. ഈ കുട്ടിക്ക് പേരിട്ടത് രാമൻ എന്നാണ്. പിന്നീട് രാമൻ നായർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ രാമൻ നായർ അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്ന ആളാണ് പിന്നീട് ലോകം അറിയപ്പെട്ട, ഭാരതം മുഴുവൻ അറിയപ്പെട്ട ഭഗവാൻ നിത്യാനന്ദയായത്. പൂർവാശ്രമത്തിലെ പേര് രാമൻ നായർ. കൊയിലാണ്ടിയിൽ ജനിച്ചു എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇവർക്കിതിന് 5 കുട്ടികൾ, അവൻ്റെ സ്വന്തമായിട്ട് 5 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ കൂടെ ഈ കുട്ടിയെയും വളർത്തി. ഇവർ കർഷകരാണ്. ഒരു നന്നായിട്ട് കൃഷിയൊക്കെ ഉള്ള ഒരു കാർഷിക കുടുംബം, ഒരു നായർ കുടുംബം. അവരാണ് ഈ കുട്ടിയെ എടുത്ത് വളർത്തിയത്. ഈശ്വരയ്യൻ എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റിൻ്റെ, ലോയറുടെ കൃഷിസ്ഥലവും ഫാമും നോക്കിയത് ഈ കുടുംബമാണ്. ഈശ്വരയ്യർ ഇവരായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ ദുഃഖം, എന്താണ് ദുഃഖം? ഈ കുട്ടിക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. 6 വയസ്സുള്ളപ്പോൾ അമ്മയും മരിച്ചു. വളർത്തച്ഛനും വളർത്തമ്മയും മരിച്ചു. പിന്നെ ഈ കുട്ടിയെ നോക്കി വളർത്തിയത് ഈ ലോയറാണ്, ഈശ്വരയ്യനാണ് നോക്കി വളർത്തിയത്. അപ്പോൾ ഈ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ ആ ഈശ്വരാനുഭൂതിയുടെ എല്ലാ ഇതും ആ കുട്ടി പുറമേക്ക് കാണിച്ചിരുന്നു. ഈശ്വരാനുഭൂതി കിട്ടിയതിൻ്റെ അനുഭവം. നിത്യാനന്ദൻ എന്ന പേര് ഒടുവിൽ വന്നു. കാരണം ബോൺ എൻലൈറ്റൻ, ജനിച്ച ഉടനെ തന്നെ ആത്മാനുഭൂതിയോടുകൂടി എന്ന് പറയാം. നിത്യാനന്ദൻ എന്നുള്ള പേര് ആൾവേസ് ഇൻ ബ്ലിസ്, എപ്പോഴും ആനന്ദത്തിൽ. അതാണ് പിന്നീട് ഉണ്ടാക്കിയ പേര്. കാരണം ബോൺ എൻലൈറ്റൻമെൻറ്റ്. അപ്പോൾ പ്രത്യേക ഗുരു ഒന്നും വേണ്ടി വന്നില്ല. അവനവൻ തന്നെ ആ പരമപദത്തിൽ സ്വയം എത്തി. ഒരു ബാഹ്യ ഗുരുവിൻ്റെ ആവശ്യമില്ലാതെ. അത് വളരെ അപൂർവം പേർക്കേ കിട്ടൂ. കാരണം നമുക്ക് ആ ഒരു സംസ്കാരത്തിൽ കൂടെ അത്രയും വരുന്നവർക്ക് അത് പറ്റും. നമ്മളെമാതിരിയുള്ള സാധാരണക്കാർക്ക് ഇതുവഴിയിൽ പോയാലേ അത് കിട്ടൂ. ഏകദേശം 20 വയസ്സായി. അങ്ങനെ വാണ്ടറിങ് സേജായി, ഇങ്ങനെ കറങ്ങി നടക്കുന്ന സന്യാസി. ഒരുത്തിയിലിരിക്കില്ല. ഹിമാലയത്തിൽ പോയി പലതും അവിടുന്ന് പഠിക്കാനുണ്ടായിരുന്നു. ബാഹ്യമായ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളും ആത്മീയത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറേ കാലം അവിടെ താമസിച്ച് അത് പഠിച്ച് അത് അനുഭവമാക്കി.
പിന്നെ അദ്ദേഹത്തിന് സ്വതസിദ്ധമായിട്ട് തന്നെ ഈ അത്ഭുത പ്രവൃത്തി കാട്ടാനും രോഗങ്ങൾ മാറ്റാനൊക്കെ ഒരു സിദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് വളരെയധികം സഹായകമായി. ആര് ചെന്നാലും അവരുടെ രോഗം മാറ്റിക്കൊടുക്കും. അദ്ദേഹത്തിന് കിട്ടിയൊരു വരമാണ്. അത് എങ്ങനെയെന്ന് ഒരിക്കലും ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും, ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു മീ. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ ഒരു ആശ്രമം തുടങ്ങി, പലരുടെയും അസുഖമൊക്കെ മാറ്റിക്കൊടുത്തു, പല മിറാക്കിളും കാണിച്ചു. അങ്ങനെ പിന്നീട് 1921 മഹാരാഷ്ട്രയ്ക്ക് യാത്രയായി. അവിടെ താൻസ എന്ന താഴ്വരയിൽ അദ്ദേഹം ഇങ്ങനെ കുറച്ച് കാലം താമസിച്ച് അവിടുത്തെ ജനങ്ങളെയൊക്കെ ശുശ്രൂഷിച്ചു, അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. അങ്ങനെ രോഗനിവൃത്തിയൊക്കെ വന്നു, ധാരാളം ആൾക്കാർ വരാൻ തുടങ്ങി. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, എവരിത്തിങ് ദാറ്റ് ഹാപ്പൻ, അത് സംഭവിക്കുന്നു ഓട്ടോമാറ്റിക്കലി ബൈ ദി വിൽ ഓഫ് ഗോഡ്, ഈശ്വരൻ്റെ നിശ്ചയപ്രകാരം സംഭവിക്കുന്നതാണ്, എൻ്റെ കഴിവല്ല. പിന്നെ ആദിവാസികൾക്കും കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നെ ഒഴിവ് കിട്ടുമ്പോൾ പലപ്പോഴും നിശബ്ദത പാലിക്കും, മിണ്ടില്ല. രമണ മഹർഷിയൊക്കെ ഇരിക്കുന്ന തമ്മിൽ. പിന്നെ കുറച്ച് അങ്ങനെ വല്ലവരും ഭക്തരോ ഇവരൊക്കെ വന്ന് സംസാരിക്കും. ആ സംസാരം ഉപദേശത്ത് ആയിരിക്കും. ഇതെല്ലാം ക്രോഡീകരിച്ച് എഴുതിയതാണ് പിന്നീടുള്ള ചിതാകാശം എന്ന പുസ്തകം. അപ്പോൾ ഭഗവാൻ ഒരാളെ സ്പിരിച്വലി അവൈക്കൻ ചെയ്ത് ശക്തിപാതം എന്നാണ് പറയുന്നത്, പവർ ഓഫ് ട്രാൻസ്മിറ്റിംഗ് സ്പിരിച്വൽ എനർജി. തൻ്റെ സ്പിരിച്വൽ എനർജി അങ്ങനെ ശക്തി കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ആത്മീയ ഉണർവ് വരികയാണ്. അപ്പോൾ ആത്മീയ ഉണർവ് ശക്തിപാതം കൊടുക്കണമെങ്കിലും വരുന്ന ആളും ശിഷ്യനും അതിന് പാകപ്പെടണം, അല്ലെങ്കിൽ അത് പറ്റില്ല. ഇപ്പം നമുക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഇതിൽ തന്നെ എത്രയോ പേര് വന്നു. പെട്ടെന്ന് ട്രാൻസ്മിറ്റായത് വിവേകാനന്ദനും അഭേദാനന്ദ സ്വാമിക്കും അതേമാതിരി തുര്യാനന്ദ സ്വാമിക്കും വളരെ അപൂർവം സ്വാമിമാരൊക്കെ ആവുന്നുള്ളൂ, മറ്റുള്ളവർക്ക് ആവുന്നില്ല. ഗുരു ശ്രീനാരായണ ഗുരു തന്നെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്, പക്ഷേ ഇവർക്ക് പെട്ടെന്ന് ട്രാൻസ്മിറ്റായി. അതിന് കാരണം ശ്രീനാരായണ ഗുരു തന്നെ പറയുന്നു, സമീപിക്കുന്നവർക്കൊന്നും ഇത് കിട്ടില്ല, ശിഷ്യനും അതിന് പാകപ്പെടണം. 3 തരത്തിലുള്ള ശിഷ്യന്മാരെയാണ്: ഉത്തമന്മാരായിട്ടുള്ള ശിഷ്യന്മാർ, മധ്യമന്മാർ, അധമന്മാർ. ഉത്തമരായിട്ടുള്ള ശിഷ്യന്മാർ തൊടുമ്പോഴേക്കും പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഈ എനർജി അവരിലേക്ക് എത്തിയിട്ട് അവരത് സാംശീകരിക്കും. അത് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് ഒരു ഉണക്കക്കൊള്ളി, വിറക് കൊള്ളി അതുമാതിരിയാണ്. തീ കാണുമ്പോഴേക്കും അത് തീയൊന്ന് തൊടിയിച്ചാൽ മതി, അപ്പോഴേക്കും അത് കത്തിപ്പിടിക്കും. അപ്പോൾ വിവേകാനന്ദ സ്വാമിയും അതേമാതിരി അഭേദാനന്ദ സ്വാമിയും പല സ്വാമിമാരും ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ചെന്നപ്പോഴേക്കും തന്നെ ആത്മീയാനുഭൂതി അവർക്ക് കിട്ടാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് എത്രതായിട്ടും കിട്ടാത്തവരുമുണ്ട്. അപ്പോൾ ഗുരുവിനോടൊപ്പം ശിഷ്യനും പാകപ്പെടണം. ഏത് സിദ്ധാനുഭൂതിയായാലും, ഏത് ഹഠയോഗമായാലും, ഏത് ജ്ഞാനയോഗമായാലും, ഏത് ഭക്തിയോഗമായാലും, ഏത് രാജ്യയോഗമായാലും ശിഷ്യനും അത്രയ്ക്കത്ര ഉയരണം, പാകപ്പെടണം. മധ്യമ ശിഷ്യന്മാർക്ക് കുറേ പറഞ്ഞും ഇങ്ങനെ അവർ ജീവിതാവസാനത്തിൽ ആത്മാനുഭൂതി എത്തും. അധമ ശിഷ്യന്മാർക്ക് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഈ മധ്യമ ശിഷ്യന്മാർ പച്ചവർഗന്മാരെ കുറേ കഴിയുമ്പോൾ ഊതി അത് കത്തിക്കാം. അധമ ശിഷ്യന്മാർ വെള്ളത്തിലിട്ട മരത്തടിമാരി, അതിൽ തീ പിടിച്ചാൽ തീ കെടുന്നല്ലാതെ അവർ പുരോഗമിക്കില്ല. ഇവിടെ അവരെ ഉപദേശിക്കാൻ പോയ ഗുരു കീഴ്പ്പെട്ടു പോകുന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗുരുവിൻ്റെ ഒപ്പം ശിഷ്യനും അത്രയും യോഗ്യത ഉണ്ടാവണം. സിദ്ധയോഗമായാലും കുണ്ടലിനി ഉണർത്തണമെങ്കിലും ഒക്കെ അത് വേണം. അതല്ലാതെ അത് ഉണരില്ല. നമ്മളും പാകപ്പെടണം ചെല്ലുന്നവർ. അതാണിപ്പോൾ പലരും എത്രയോ വലിയ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നു. എന്തുകൊണ്ട് അവർക്കത് കിട്ടുന്നില്ല? അവർ അങ്ങനെ ഒരു മനസ്സുമില്ല, ഒരു താല്പര്യമില്ല, അവർ പാകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഈ സ്പിരിച്വൽ ആത്മീയാനുഭൂതി ഒരു സ്പർശനം കൊണ്ടോ ഒരു ദർശനം കൊണ്ടോ ഒക്കെ കിട്ടും. അത്രയും പക്വത വന്നവർക്ക്. ഈ പക്വത വരാൻ അവർക്കും മുൻപേയുള്ള ഒരു സംസ്കാരം അവരുടെ ഉള്ളിൽ ഇരിപ്പുണ്ടാവും. ആ ഉറങ്ങിയിരിക്കുന്ന ഇതിനെ ഒന്ന് ഉണർത്തുകയാണ് ഗുരു ചെയ്യുന്നത്. എന്തായാലും ഇദ്ദേഹം
മുക്താനന്ദ എന്ന അത് അടുത്തതിൽ നമ്മൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അദ്ദേഹത്തിന് ഈ എനർജി, സ്പിരിച്വൽ എനർജി ഉണർത്തി കൊടുത്തു. അദ്ദേഹം എന്നിട്ട് ലോകപ്രസിദ്ധനായ മുക്താനന്ദ സ്വാമിയായി, സിദ്ധയോഗയുടെ ഫൗണ്ടറായി, സ്ഥാപകനായി. എന്തായാലും അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അങ്ങനെ ഈ 1936 ഗണേഷ് പുരി, മഹാരാഷ്ട്രയിലുള്ള സ്ഥലത്ത്, അവിടെ ഒരു വീട്, ശിവക്ഷേത്രത്തിനടുത്തൊരു വീട് വയ്ക്കാൻ അനുവാദം ചോദിച്ചു. ഒരു വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ആശ്രമമൊന്നും പറയാൻ പറ്റില്ല, ഒന്നും ആയിട്ടില്ല, ഒരു കുടില് അനുവാദം കിട്ടി. അദ്ദേഹം അവിടെ കുടില് കെട്ടി താമസമായി. ഇങ്ങനെ അവിടെയും രോഗശാന്തിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. ആ കുടിലാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഗണേഷ് പുരിയിലുള്ള ഗുരുദേവ സിദ്ധാപീഠം. ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആശ്രമമാണ്. അപ്പോൾ ആരോ ഒരാളിങ്ങനെ ഭഗവാനോട് ചോദിച്ചു, ആരാണ് ഗുരു? അപ്പോൾ അദ്ദേഹം പറയണേ, ഫോർ ദിസ്, ഇതെന്നെ പറഞ്ഞു, ഫോർ ദിസ് ദർ ഈസ് നോ ഗുരു, നോ ഡിസൈപ്പിൾ. ഇതിന്, ഈ ശരീരത്തെ ചൂണ്ടിക്കാണിക്കുക, ഇതിന് ഗുരുവുമില്ല ശിഷ്യനുമില്ല. അപ്പോൾ ഗുരുവും ശിഷ്യനുമില്ലാത്ത പരമസത്യമാണ് ആത്മാവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ സഹജാനുഭൂതിയായിട്ടാണ് ജനിച്ചത്. അവർക്കപ്പോൾ ഒരു ബാഹ്യ ഗുരുവിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതാണ് അത് സൂചിപ്പിക്കുന്നത്, ഒരു ബാഹ്യ ഗുരുവിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ ഞാനുമില്ല നീയുമില്ല, ആ പരമമായ വസ്തുവേ ഉള്ളൂ. ഇത് വിവേകാനന്ദ സ്വാമിക്ക് ആധ്യാത്മിക അനുഭൂതി, ഈശ്വരാനുഭൂതി കിട്ടിയപ്പോൾ ശിഷ്യനെ വിളിച്ച് പറയുന്നത് തന്നെ ആണ്. അത് നമുക്ക് നോക്കാം. ശിഷ്യനെ വിളിച്ച് പറഞ്ഞു. നോക്കൂ, ആദ്യം വിവേകാനന്ദ സ്വാമി സോ റവല്യൂഷണറി, എന്തിനും ഏതിനും വെല്ലുവിളിച്ചു അങ്ങനെ പോകുന്നൊരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എല്ലാവരുടെയും സിരകളെയും ഒക്കെ ചുട്ടുപൊള്ളിക്കുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾ വെച്ചാൽ ആധ്യാത്മിക അനുഭൂതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഒടുവിൽ ഒരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു, ഒരു പട്ടി പട്ടിണി കിടന്നാൽ ഞാനിവിടെ വരും. അപ്പോൾ ഒരു പട്ടിണി കിടന്നാൽ എന്ന് വെച്ചാൽ അത്രയും ഞാൻ സമൂഹം ഇത് ചെയ്തിട്ട് അവരെ ഉയർത്തുന്നുള്ള ആവേശത്തിൽ പറയുന്നതാണ്. ഇത് ശ്രീരാമകൃഷ്ണദേവൻ അറിയാനിടയായി. ഒരു പട്ടിണി കിടന്നാൽ നീ ഇവിടെ വന്നിട്ട് അതിനെ രക്ഷിക്കുക, നീയാലേ അഖണ്ഡകോടി ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഇട്ടിട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാചൈതന്യം, മഹാശക്തി ഇവിടെ ഉള്ളപ്പോൾ ആ മഹാശക്തി എന്നെ നിൻ്റെ ഉള്ളിലും, നീ അതിൽ നിന്ന് വേറിട്ട് നിന്ന് അതിനെ രക്ഷിക്കുക, നീയാരെ? അപ്പോൾ അന്നു മുതൽ തൻ്റെ നല്ല അഹങ്കാരമാണെങ്കിൽ അതൊരു അഹങ്കാരമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പിന്നെ അങ്ങനത്തെ പ്രസ്താവനകളൊന്നും ചെയ്യാതെ ഒടുവിൽ ശിഷ്യനെ വിളിച്ച് പറയുകയാണ്, ഈ ആത്മാനുഭൂതി കിട്ടിയപ്പോൾ ആ അനുഭവം വാക്കുകളുടെ, കുഞ്ഞേ നീയില്ല, ഈ ഞാനുമില്ല, ആ പരമചൈതന്യം മാത്രമേ ഉള്ളൂ. അത് ഞാൻ അനുഭവിക്കുന്നു, നീയും അനുഭവിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുക. തെരുവിൽ ഇറങ്ങി ഉറക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുക. കേൾക്കുന്നവർ കേൾക്കട്ടെ, കേൾക്കാത്തവർ കേൾക്കണ്ട. ഇതായിരുന്നു വിവേകാനന്ദ സ്വാമി തനിക്ക് ആത്മാനുഭൂതി കിട്ടിയപ്പോൾ ശിഷ്യന് പറഞ്ഞു കൊടുത്തത്. അപ്പം നമ്മളൊന്നുമില്ല, ഇവിടെ ഉള്ളത് ആ ആത്മാവ് മാത്രം, ബ്രഹ്മം മാത്രം. അത് തന്നെയാണ് സർവമായി നിൽക്കുന്നത്. അതനുഭവിക്കലാണ് പരമമായ അവസ്ഥ. ഇത് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിത്യാനന്ദ, ഇവിടെ ഞാനുമില്ല നീയുമില്ല. ഗുരുവിനെ പറ്റി ചോദിച്ചു, ആ പരമസത്യം മാത്രമേ ഉള്ളൂ, അത് ഞാൻ അനുഭവിക്കുന്നു, അതിൻ്റെ സ്വരൂപം ആനന്ദമാണ്. ആനന്ദമില്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് നമ്മൾ ഇതിനൊക്കെ മെനക്കെടുക? അതുകൊണ്ട് ആധ്യാത്മിക ഇതിലെത്തുമ്പോൾ സന്യാസിമാർക്ക് ഇത് കൊടുക്കുമ്പോൾ തന്നെ ഒക്കെ ആനന്ദമായ പേര് കൊടുക്കുന്നു. നിത്യാനന്ദ, തുര്യാനന്ദ, ബ്രഹ്മാനന്ദ, വിവേകാനന്ദ, അഭേദാനന്ദ, ഈ ഒരു രീതിയിൽ പോകുന്നവർക്ക് ആനന്ദമാണ് അനുഭവം. അതുകൊണ്ട് ആനന്ദം. അപ്പോൾ ഈ പേര് കിട്ടാത്തവർക്ക് അതുകൊണ്ട് അങ്ങനെയില്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരു, അദ്ദേഹം ആനന്ദനൊന്നും ചേർത്തില്ല ഗുരു എന്ന്, അത് മറ്റുള്ളവർ. അദ്ദേഹം ഇത് അദ്വൈതാനുഭൂതിയിൽ ഏറ്റവും ഉയർന്നതിൽ തന്നെ. ശങ്കരാചാര്യർ ആനന്ദം ചേർത്തിട്ടില്ല, അദ്ദേഹം ഈ ആധ്യാത്മിക അനുഭൂതി. അപ്പം ഇതൊന്നും ചേർത്തിട്ടില്ല. നാരായണത്തെ ഭ്രാന്തൻ ആധ്യാത്മിക അനുഭൂതി എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മഹാകാളിയെ കണ്ടപ്പോഴും ചിരിച്ചിട്ട് അത് തന്നെയെന്ന് പറഞ്ഞ് അനുഭവിച്ച ആളാണ്. മായിയമ്മ 5-6 പട്ടികളെയും കൂട്ടി കന്യാകുമാരി കടൽ തീരത്ത് ഒരു പിച്ചക്കാരിയമാരി ബാഹ്യമായിട്ട് നമുക്ക് തോന്നും, അവരും ആന്തരികമായിട്ട് ആ ആനന്ദാനുഭൂതി അനുഭവിച്ചു നോക്കുന്ന
മഹാജ്ഞാനിയാണ്, മഹായോഗിനി അമ്മയാണ്. അപ്പോൾ അവധൂതന്മാർ അനുഭവിക്കുന്നത് ഇത് തന്നെയാണ്. നിത്യാനന്ദൻ ഈ ഭഗവാൻ അദ്ദേഹം ഇങ്ങനെ ഈ അനുഭൂതി തന്നെയായിരുന്നു ചെയ്യുക. ഇപ്പോൾ ഇവിടെ എത്രയോ പേരുണ്ട്. ഇപ്പോൾ സർവം ബ്രഹ്മമയം രേ സർവം ബ്രഹ്മമയം. ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ മഹായോഗിയെ ആയിട്ട് ജീവിച്ചാണ് അവധൂതനായിട്ട്. ശരീരത്തിൽ വസ്ത്രം കൂടി എടുക്കില്ല, കാരണം ശരീരചിന്തയേ ഇല്ല. അപ്പോൾ യോഗിമാർ, മഹാജ്ഞാനികൾ ഈ പരമതത്വം അനുഭവിച്ച് ജീവിച്ച പുണ്യസ്ഥലമാണ് ഈ ഭാരതം. അതുകൊണ്ടാണ് ഭാരതം എപ്പോഴെപ്പോഴും പറയുന്നത് സംസ്കൃതിയിലൂടെ. ഇത് പറയാൻ കാരണം ഭാരതി, ഈശ്വരനിൽ രതിയുള്ളവർ ഭാരതം അവർ താമസിക്കുന്നു. അപ്പോൾ ഈ ഭഗവാൻ നിത്യാനന്ദ അദ്ദേഹം സ്വാമിന്നൊന്നും ചേർക്കാതിരിക്കാൻ കാരണം ബൈ ബർത്ത് ജന്മനാ തന്നെ അദ്ദേഹത്തിന് ആ ഈശ്വരാനുഭൂതിയായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നെ ആനന്ദമൊന്നും ചേർത്തില്ല. അദ്ദേഹം ഈ ആത്മാനുഭൂതി മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ശ്രമിച്ചത് സിദ്ധ യോഗയിലൂടെയാണ്. സിദ്ധയോഗയും ഒരു യോഗയാണ്. യോഗ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നായി ചേരുക, കൂടിച്ചേരുക എന്നുള്ള അർത്ഥമുള്ളൂ. ഒരുപാട് യോഗശാസ്ത്രങ്ങളുണ്ട് നമ്മുടെ ഭാരതത്തിൽ. അതാണ് ഭാരതം ഈ ഈശ്വരാന്വേഷണത്തിന് വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. ഭൗതികത്തിന് അത്ര പ്രസക്തി ഇല്ല ഇവിടെ. 3 നേരം കഞ്ഞി കുടിച്ചാലും മനസ്സ് സംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കണം എന്നുള്ളൊരു ജനത, അങ്ങനത്തെ ഒരു പൈതൃകമാണ് നമുക്ക് കുറേ മറ്റുള്ളവരെ വെട്ടിപ്പിടിച്ച് ആ രാജ്യം ആക്രമിച്ച് ഈ രാജ്യം ആക്രമിച്ച് ഉയർന്നൊരു ഭൗതിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നുള്ള വ്യാമോഹമില്ലാത്ത ജനതയാണ് നമ്മൾ എന്ന് പറയാൻ കാരണം ഭാരതീയർ, ഈശ്വരനിൽ രതിയുള്ളവർ എന്നർത്ഥത്തിലാണ്. നമുക്കിവിടെ ഈശ്വരനെ വേണ്ടു. അപ്പോൾ ആ അനുഭൂതിയിലെത്തിക്കാൻ ഇവിടെ വളരെ എത്ര യോഗങ്ങളാണ്. ഇപ്പോൾ പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രമുണ്ട്, മുഴുവൻ അതാണ് അതിൽ പറയുന്നത്. രാജയോഗം, പിന്നെ രാജയോഗം കഴിഞ്ഞാൽ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, പിന്നെ ശരീരപുഷ്ടിക്ക് ഹഠയോഗം, പിന്നെ ക്രിയായോഗം. ഭഗവത്ഗീതയിൽ 18 അധ്യായത്തിലും യോഗം തന്നെ അവസാനം പറഞ്ഞു. വിഷാദയോഗം, സാംഖ്യയോഗം, മോക്ഷസന്യാസയോഗം, വിഭൂതി യോഗം, ഇങ്ങനെ യോഗം അതാണ് ഭാരതത്തിൻ്റെ സംസ്കൃതി. ഒന്നായിത്തീരുക ആരോടെ? ആ പരമമായ തത്വത്തോട്, ആ പരമമായ വസ്തുവിനോട്, ആ പരമമായ ചൈതന്യത്തോട്. അതാണ് ഭാരതത്തിൻ്റെ ബാക്ക് ബോൺ, അതാണ് ഭാരതത്തിൻ്റെ സ്വത്ത്, അതാണ് ഭാരതത്തിൻ്റെ പുണ്യവും. അതുതന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഏറ്റവും അമൂല്യമായ വിദ്യ. അതിന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ടിരിക്കുന്നു. അതുതന്നെയാണ് എത്രയോ വിദേശ രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നു. കാരണം അവർക്കിതിങ്ങനെ ഇത്രയും മനോഹരമായിട്ട് ശാസ്ത്രീയമായിട്ടും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംസ്കൃതി അവർക്കില്ല. അതുകൊണ്ട് ഭാരതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. എ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന് പോൾ ബ്രണ്ടൻ്റെ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചതോടുകൂടി രമണാശ്രമത്തിലേക്ക് എത്രയോ യൂറോപ്യൻസ് ഒഴുകാൻ തുടങ്ങി. കാരണം തൻ്റെ അനുഭവങ്ങളും തനിക്ക് ആത്മീയ അനുഭൂതി കിട്ടിയതും താൻ പലയിടത്തും ചുറ്റി സഞ്ചരിച്ചിട്ടും ഒന്നും കിട്ടാത്തതും അങ്ങനെ മനോഹരമായിട്ട് എഴുതിയ ഗ്രന്ഥമാണ് എ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ. ഇത് വായിച്ച് ഒടുകൂടി എത്രയോ പേര് വിദേശീയർ ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ഇതുപോലെ തന്നെയാണ് എൻ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി, ഒരു യോഗിയുടെ ആത്മകഥ, യോഗാനന്ദ പരമഹംസരുടെ. അത് പ്രസിദ്ധീകരിച്ചതോടുകൂടി എത്രയോ പേര് ക്രിയായോഗത്തിൽ ആകൃഷ്ടരായിട്ട് അനുഭൂതിക്ക് വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങി. യോഗാനന്ദ പരമഹംസർ പിന്നെ പലയിടത്തും സഞ്ചരിച്ചു. രമണ മഹർഷി എവിടെയും പോയില്ല. അരുണാചലത്ത് ഇരുന്ന് 52 കൊല്ലം അവിടെ തന്നെ ഇരുന്നു. ഈ ആത്മാനുഭൂതിയിൽ ഒരു തോർത്തുമുണ്ട് എടുത്തിട്ട് അങ്ങനെ ഇരുന്നു. ഈശ്വരനല്ലാതെ ഒന്നും അനുഭവിച്ചിട്ടില്ല രമണ മഹർഷി. പലതും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈശ്വരനെ കണ്ട് മാത്രം ആത്മാനുഭൂതി അനുഭവിച്ച മഹാജ്ഞാനിയായിരുന്നു രമണ മഹർഷി. എത്രയോ ഇന്ത്യൻ ശിഷ്യന്മാരും വിദേശ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ പോൾ ബ്രണ്ടൻ എന്ന് പറഞ്ഞ വ്യക്തി UK ബ്രിട്ടനിൽ ജനിച്ചാണ്. ബ്രിട്ടനിലൊരു പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹമാണ് ഇവിടെ വന്ന് ആത്മജ്ഞാനിയായത്. ഈ ഭാരതത്തിലുള്ള നമുക്ക് അദ്ദേഹത്തെ പറ്റി അറിയുപോലും അറിഞ്ഞാൽ തന്നെ ഒരു പുച്ഛ മനോഭാവമാണ് നമുക്ക്. അത് നമ്മളൊന്ന് മാറ്റിയെടുത്തേ പറ്റൂ.
മാറ്റിയെടുത്തില്ലെങ്കിൽ ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല, അവനവന് തന്നെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ രമണ മഹർഷി ലോകമറിഞ്ഞത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള പത്രപ്രവർത്തകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള പോൾ ബ്രണ്ടൻ എഴുതിയ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ. ഇവിടെ ഈ ഭഗവാൻ നിത്യാനന്ദയെ പറ്റി അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മുക്താനന്ദയിലൂടെയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. സിദ്ധയോഗയിലൂടെയാണ് അറിയപ്പെടുന്നത്. സിദ്ധയോഗ മീൻസ് എ പെക്യുലിയർ ടൈപ്പ് ഓഫ് സ്പിരിച്വൽ എനർജി ട്രാൻസ്മിറ്റിംഗ് ഫ്രം ഗുരു ടു ശിഷ്യനിലേക്ക് ആത്മാനുഭൂതിയല്ല, ആത്മീയാനുഭൂതി പകർന്നു കൊടുക്കുന്നതാണ്. അതിൽ 6 ആധാരങ്ങളെയൊക്കെ പറ്റി പറയുന്നുണ്ട്. അതിലൂടെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തെടുത്തും സഹസ്രാരത്തിലെത്തി കഴിഞ്ഞാൽ നമുക്ക് അനുഭൂതി കിട്ടും. ഇതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു തരുന്നതാണ്. പക്ഷേ എന്ത് ശാസ്ത്രീയമായി വിവരിച്ചാലും അതിൻ്റെ ഇടയ്ക്ക് ചില കലർപ്പുകൾ എവിടുന്നോ ആരെങ്കിലും കുത്തിച്ചെലുത്തും. അത് എന്തൊരു ദുർഭാഗ്യമാണത്, മനുഷ്യൻ്റെ കപടതയാണ് അത് കാണിക്കുന്നത്. ഇത്രയും പരമപവിത്രമായിട്ടുള്ള വേദോപനിഷത്തുകൾ എല്ലാം സർവം ബ്രഹ്മമയം, സർവം ഈശ്വരമയം, ഈശാവാസ്യം ഇതം സർവം എന്ന മനോഹരമായ ശാസ്ത്രീയമായ ദിവ്യമായ ആ മഹാസത്യത്തെ, ആ പഠനത്തെ, ആ ഗ്രന്ഥത്തെ, വേദത്തിലുണ്ട് ശൂദ്രരും സ്ത്രീകളും വേദം പഠിക്കാൻ പാടില്ല എന്ന് എങ്ങനെ പറ്റാനുള്ളത്? കുറച്ചൊരു ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചറിഞ്ഞൂടെ? 4 വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മഹാവാക്യങ്ങൾ സത്യസാക്ഷാത്കാരത്തിന്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. നമുക്കൊരു ഉപനിഷത്ത് തന്നെയുണ്ട്, ഈശാവാസ്യ ഉപനിഷത്ത്. എല്ലാവരും ഈശ്വരന്മാരാണ് എന്ന് ആ ഉപനിഷത്ത് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ സ്ത്രീകൾ ശൂദ്രരെ എങ്ങനെ മാറ്റാൻ പറ്റും? കാരണം ഇവിടെ ശൂദ്രരെ പഠിക്കരുത്, സ്ത്രീകൾ പഠിക്കരുത്. സ്ത്രീകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പുരുഷന്മാരുടെ മേധാവിത്വം പോകും. ശൂദ്രർ അങ്ങനെ കുറച്ച് ജനവിഭാഗം വേണം തങ്ങളുടെ കൂലിപ്പണിക്ക് വേണ്ടി. തങ്ങൾ പറഞ്ഞാൽ എന്തും കേൾക്കാം നായകളെപ്പോലെ വാലാട്ടി വരാൻ വേണ്ടി. അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആരും അടിമയാവില്ല. അറിവ് നേടിയാൽ ആരും അടിമയാവില്ല, അവൻ ഉയർത്തപ്പെടും. അപ്പോൾ ആ അറിവ് എന്ത് എഴുതി വയ്ക്കാലോ. കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചറിയാം, ഇങ്ങനെ ഒരു പുണ്യമായ വേദത്തിനോ ഉപനിഷത്തിനോ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വേദോപനിഷത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വേദോപനിഷത്ത് വേണ്ട എന്ന് ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ച എത്രയോ മഹർഷിമാരും മഹാജ്ഞാനികളും ഭാരതത്തിലുണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വേദത്തിലോ ഉപനിഷത്തിലോ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, പിന്നീട് വന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടാണ്. അത് നമുക്കിപ്പോൾ തെളിയിച്ചു കൊടുക്കാൻ ഇവിടെ വെച്ച് ഈ സമയത്ത് സർവം ഈശ്വരമയം, ഈശാവാസ്യം എന്ന് പറഞ്ഞ ഉപനിഷത്ത് നമ്മളുള്ളപ്പോൾ സ്ത്രീകളെ എങ്ങനെ മാറ്റി നിർത്തും? ശൂദ്രന്മാരെ എങ്ങനെ മാറ്റി നിർത്തും? അവർ വെറും മനുഷ്യരെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സർവം ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരന്മാരായ അവരിങ്ങനെ ഈ ജാതി ചിന്ത എവിടുന്ന് വന്നു? ഇവിടെ ഇത്രയും ഇങ്ങനെ ജാതികൾ ഇവിടെ ആര് സൃഷ്ടിച്ചു? അപ്പോൾ അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ അടിമകളാക്കുന്ന ഒരു പ്രവണത മനുഷ്യനിലുണ്ട്. അത് ഉയർന്ന വർഗ്ഗക്കാർക്ക്, കുറച്ച് വിദ്യാഭ്യാസം കിട്ടിയവർക്ക് അത് എപ്പോഴും ഉള്ളതാണ്. നമ്മൾ ഒരു കണക്കിന് ആലോചിച്ചാൽ എത്രയോ ഭാഗ്യവന്മാരാണ്. കാരണം ഇവിടെ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും ഈ നിറത്തിൻ്റെ പേരിൽ തന്നെ അടിമയാക്കി, അവരെ അങ്ങോട്ട് അടിമയാക്കി. അതാണ് അടിമത്തം എന്ന് പറയുന്നത്. അയ്യോ, ചാട്ടവാറ കൊണ്ട് അടിക്കാം, വേണമെങ്കിൽ കൊല്ലാം, വേണമെങ്കിൽ എന്തും ചെയ്യാം. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു എന്താ പറയുക, വാണിയംകുളം, അവിടെ എത്രയോ പൈക്കളും പോത്തുള്ളൂ. അവയ്ക്ക് എന്താ സ്വാതന്ത്ര്യമുള്ളത്? കൊണ്ടിരുന്ന വേണമെങ്കിൽ വിൽക്കാം, വാങ്ങാം, വേണമെങ്കിൽ ഇറച്ചിക്ക് വിൽക്കാം, വാങ്ങിച്ചോ കൊണ്ട് അതിന് വെട്ടിക്കൊല്ലും. ഇതിലും നരകമായിരുന്നു എന്നാണ് പറയുന്നത് ഇവരുടെ ജീവിതം. പിന്നീട് മനുഷ്യസ്നേഹിയായിട്ടുള്ള അബ്രഹാം ലിങ്കൺ പ്രസിഡൻ്റായ ശേഷം നിയമമായിട്ട് അദ്ദേഹത്തെയൊക്കെ ഒരു മഹാജ്ഞാനിയിൽ ഉൾപ്പെടുത്തണം, അത് നിരോധിച്ചു. പിന്നീടും പലരും അതിൽ വന്നു. എന്നിട്ടാണ് ഇപ്പം ഇന്ന് അടിമകൾക്ക് കുറേയൊക്കെ അവിടെ കുറേയായി അവരൊക്കെ രക്ഷപ്പെട്ടു. ആ അടിമ സമൂഹത്തിൽ നിന്ന് വന്ന തന്നെയാണല്ലോ ഇപ്പോൾ പ്രസിഡൻറ്റ് ഒബാമ. അച്ഛൻ നീഗ്രോ, അമ്മ വെള്ളക്കാരിയാണല്ലോ. അപ്പം നോക്കി നോക്കൂ. അപ്പം അബ്രഹാം ലിങ്കൺ തുടങ്ങി വെച്ചത് പിന്നെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. എന്തായാലും
ഇതിൻ്റെയൊക്കെ ബേസ് ആധ്യാത്മികത തന്നെയാണ്. അബ്രഹാം ലിങ്കൺ ബേസ് ആധ്യാത്മികതയാണ് ആണ്. ഭൗതികവാദത്തിൽ കുറേ കാര്യങ്ങൾ, കുറേ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുക, കുറേ സാങ്കേതികമായി വികസിപ്പിക്കുക മാത്രമല്ല ജീവിതം. അദ്ദേഹം ചിന്തിച്ചു പോയി ഇവരും മനുഷ്യരാണ്, ഇവർക്കും തുല്യാവകാശം കിട്ടണം, ഇവരെയും സ്വതന്ത്രരാക്കണം. അവിടെയാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈശാവാസ്യം ഇതം സർവമെന്നോ സർവം ബ്രഹ്മമയെന്നോ അഹം ബ്രഹ്മാസ്മി എന്നും പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലറിയാം അവരും ഈശ്വരന്മാരാണെന്നൊന്നും അറിഞ്ഞില്ലെങ്കിൽ അവരും മനുഷ്യരാണെന്ന് ചിന്തിച്ചു. ആ ചിന്തയുടെ അത് പ്രവർത്തിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം നേരിട്ടിറങ്ങി തൻ്റെ അധികാരം അതിനുവേണ്ടി വിനിയോഗിച്ചു. ജനങ്ങളെ ചവിട്ടി താഴ്ത്തി ചാട്ടവാറ കൊണ്ടടിച്ച് ഈ അധികാരം ഉപയോഗിച്ച് തനിക്ക് സമ്പത്തും സമൃദ്ധിയും ഉണ്ടാക്കാനല്ല ഭരണാധികാരി ആയിട്ടുള്ള അബ്രഹാം ലിങ്കൺ ശ്രമിച്ചത്. മനുഷ്യസ്നേഹിയായിട്ടുള്ള അബ്രഹാം ലിങ്കൺ ശ്രമിച്ചത് പിന്നെയോ അവരെ ഉയർത്താനായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വജീവിതം ആത്മാഹുതി ചെയ്യേണ്ടി വന്നു. ഹി ഹാഡ് ബീൻ ഷോട്ട് ഡെഡ്. അതെന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് അതിലൊരു ചാരിതാർത്ഥ്യം, ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതാത് കാലത്ത് ഇങ്ങനത്തെ നവോത്ഥാനം അല്ലെങ്കിൽ ജനങ്ങളെ ഉദ്ധരിക്കാനുള്ളൊരു അവതരിക്കുമെന്ന് പറയുന്നതും ശരി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഭാരതത്തിന് എപ്പോഴും അഭിമാനിക്കാവുന്ന കാര്യം നമ്മുടെ ഈ സംസ്കൃതി, ഈ സംസ്കാരം, ആത്മീയത അത് തന്നെയാണ്. വിവേകാനന്ദ സ്വാമി പറഞ്ഞ മാതിരി ഇറ്റ് ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ഇന്ത്യ. ഭാരതത്തിൻ്റെ നട്ടെല്ല് തന്നെയാണ് സ്പിരിച്വാലിറ്റി. ഏതായാലും ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.